ലാലാനി സുജീവ കൺട്രുഗോഡ കണ്ണങ്കെ കഴിഞ്ഞ 21 വർഷക്കാലമായി കാത്തിരിപ്പിലാണ്. ഇന്ത്യൻ പൗരത്വത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിന് വിരാമമായത് 2024 സെപ്റ്റംബർ 11-നാണ്. ശ്രീലങ്കൻ സ്വദേശിനിയായിരുന്ന ലാലാനി സുജീവ കൺട്രുഗോഡ കണ്ണങ്കെ ഇന്ന് ഇന്ത്യയുടെ പുത്രിയാണ്. 2004-ൽ പുതുക്കാട് ആരോടി വീട്ടിൽ ബൈജുവിനെ ലാലാനി വിവാഹം കഴിച്ചതോടെ തൃശൂരിൽ സ്ഥിരതാമസമായി. എന്നാൽ പൗരത്വം ലഭിച്ചിരുന്നില്ലെന്നും 2024-ലാണ് ഏറെ ആഗ്രഹിച്ച ഇന്ത്യൻ പൗരത്വം ലഭിച്ചതെന്നും വോട്ട് ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ലാലാനി പറയുന്നു. സന്തോഷം തോന്നുന്നു. എനിക്ക് സിറ്റിസൺ ഉണ്ടായില്ല ഇവിടെ. അപ്പോൾ ഈ സിറ്റിസൺ കിട്ടാൻ കാരണം നമ്മൾ വാർഡ് മെമ്പർ രശ്മിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഓട്ടത്തിന് വന്നത് അവസരത്തിന് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് ചോദിച്ചുമ്പോൾ എനിക്ക് വോട്ടില്ലയാണ് പറഞ്ഞു. അപ്പം അതിന് ശേഷം ആൾ മുൻകൈ എടുത്തിട്ട് എൻ്റെ കൂടെ സിറ്റിസൺ അപേക്ഷിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഇവിടെ ശ്രീലങ്ക സിറ്റിസൺ ക്യാൻസലാക്കിയിട്ട് ഇവിടെ സിറ്റിസൺ കിട്ടുമല്ലോ. അപ്പം അത് ക്യാൻസലാക്കാൻ വേണ്ടിയിട്ട് മദ്രാസ് വരെ കൊണ്ടുവന്നു ശ്രീലങ്കൻ എംബസി. അപ്പോൾ അവിടെ എൻ്റെ ഒപ്പം രശ്മിയാണ് എൻ്റെ ഒപ്പം. എല്ലാത്തിനും പോയത് രശ്മിയാണ് എൻ്റെ കൂടെ ഉണ്ടായത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇവർ വിസ പുതുക്കിയാണ് കേരളത്തിൽ നിന്നിരുന്നത്. ഒടുവിൽ മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ അടക്കം സഹായത്തോടുകൂടി വാർഡ് മെമ്പർ രശ്മി ശ്രീ ശോഭ നടത്തിയ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ലാലാനിക്ക് സ്ഥിര പൗരത്വം ലഭിച്ചത്. ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയത് എങ്ങനെ നമുക്ക് പൗരത്വം നേടിയെടുക്കാം എന്നുള്ളത് നമുക്ക് ചെയ്യാം, ഉറപ്പായിട്ടും ഞാൻ ചെയ്യാമെന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ മെമ്പറായി വന്നതിന് ശേഷം ഞാൻ ഇത് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പൗരത്വം എങ്ങനെ നമുക്ക് ലഭിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി സിറ്റിസൺ പോർട്ടലിൽ ഒരു അപേക്ഷ കൊടുപ്പിച്ചു. നമ്മൾ ശ്രീലങ്കൻ എംബസി നമുക്ക് ചെന്നൈയിലാണ്. അപ്പോൾ അവിടെ വരെ ഞാൻ ചേച്ചിനെയും മോനെയും കൊണ്ട് ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് പോയത്. അവിടെ ചെന്ന് നമ്മൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു.